ഹലോ ഗൈസ്, വെൽക്കം ടു ദ ചാനൽ ഡോക്ടർ ഫോബി. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമുക്കൊരു കടൽ കാണാൻ പോകാം. വർക്കൊക്കെ കഴിഞ്ഞ് ആകെ മൊത്തത്തിൽ പ്രഷർ അടിച്ചിരുന്നൊരു ടൈമിൽ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിട്ട് ഒരു പിടുത്തമില്ല. അന്നേരം പെട്ടെന്ന് മൈൻഡിൽ തോന്നിയ ഒരു സ്ഥലമാണ് ഈ ഒരു ബീച്ച് സൈഡ്. ആക്ച്വലി ഇതൊരു ബീച്ചൊന്നുമല്ല, ഒരു ചെറിയ കുന്നുണ്ട്. അതിൻ്റെ പുറത്ത് പോയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കടലും വലിയ വലിയ ബിൽഡിങ്ങും ഒക്കെ കാണാൻ പറ്റും. അപ്പം അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് മൈൻഡൊക്കെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് പോകുന്നൊരു യാത്രയാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഈ ഒരു സ്ഥലത്തൂടെ നടക്കുമ്പോൾ ഇത് കണ്ടില്ലേ, 2 ബിൽഡിങ്, അതിൻ്റെ അപ്പുറത്തൊരു ബിൽഡിങ്, ആ ഒരു സൂര്യപ്രകാശം, ഇതൊക്കെ കണ്ട് ഇങ്ങനെ നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആക്ച്വലി ഈ ഒരു കാഴ്ചകളൊക്കെ കാണാൻ നല്ല രസമുണ്ടെങ്കിലും ഈ ഒരു ക്ലൈമറ്റ് അത്ര അങ്ങോട്ട് സുഖമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമിഡിറ്റി. അതെ, ഖത്തർ ഇതോടുള്ള GCC കൺട്രീസിൽ അത്യാവശ്യം നല്ല ഹ്യൂമിഡിറ്റി ഉണ്ട്. സോ നമ്മൾ പുറത്തിറങ്ങി നടക്കുന്ന ആ ഒരു ടൈമിൽ നമുക്ക് നല്ല രീതിയിൽ ഡീഹൈഡ്രേഷനൊക്കെ ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. സോ വെള്ളമൊക്കെ കുടിച്ച് പതിയൊരു കുപ്പിയൊക്കെ കൈ പിടിച്ച് നടന്നു കഴിഞ്ഞാൽ വലിയ സീനൊന്നുമില്ല. അപ്പം നമുക്ക് നേരെ മുമ്പോട്ടേക്ക് തന്നെ പോകാം. ആ ഒരു സൈഡിലോട്ട് നോക്കിയപ്പോൾ ഉണ്ട് അവിടെ 2 ചെക്കന്മാരിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നത്. നോർമലി നമ്മൾ പുറത്തോട്ടൊക്കെ നോക്കുമ്പം ആൾക്കാർ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നത് വലിയ കൗതുകമൊന്നുമില്ല. പക്ഷേ അവിടെ ഒരാൾ കിടപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഐറ്റത്തിനെ കണ്ടിട്ടാണ് അവർ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്ന് ഫോട്ടോസൊക്കെ എടുത്തത്. അങ്ങനെ അതൊക്കെ കണ്ട് ഞാനും കുറച്ച് ആ വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം നേരെ നടന്നു തുടങ്ങി. തൊട്ടപ്പുറത്തായിട്ടൊരു പാർക്കുണ്ട്. ആ പാർക്കിൽ കുറച്ച് നേരം പോയിരിക്കണം. കാരണം കുറച്ചേ നടന്നുള്ളൂ. എങ്കിൽ തന്നെയും ഞാൻ പറഞ്ഞില്ലേ, അത്യാവശ്യം നല്ല ഹ്യൂമിഡിറ്റി ഉണ്ട്, ദേഹമൊക്കെ നല്ല രീതിയിൽ വിയർത്തിട്ടുമുണ്ട്. സോ എവിടെയെങ്കിലും ഒന്നിരിക്കണം. പിന്നെ ആ ഒരു പാർക്കിൻ്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കംപ്ലീറ്റ്ലി ഒരു പച്ചപ്പാണ്, തറയും ചുറ്റും മരങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് വേണം മുമ്പോട്ടുള്ള യാത്ര തുടങ്ങാൻ. അങ്ങനെ നടന്ന് ഞാൻ നമ്മുടെ പാർക്കിലെത്തിയിട്ടുണ്ട്. അവിടെ ഒരു ചെറിയ പാലം പോകണമെന്ന് കാണുന്നുണ്ട്. ആ കാണുന്ന സ്ഥലത്ത് ഞാൻ വന്ന് ഇടയ്ക്കൊക്കെ വർക്കൗട്ട് ചെയ്യാറുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇവിടെ അധികം അങ്ങനെ നടന്ന് കണ്ടിട്ടൊന്നുമില്ല. നേരെ അവിടെ വരും, വർക്കൗട്ട് ചെയ്യും, തിരിച്ച് റൂമിൽ പോകും. ഈ ഒരു സെറ്റപ്പാണ്. അപ്പോൾ ഇന്ന് ഈ ഒരു പാലം കയറി ഇറങ്ങിയിട്ട് പോവാം. അപ്പോൾ ഈ ഒരു പാലം കയറിയിട്ട് നമുക്ക് കാണാം. എനിക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. വലിയ വലിയ കാര്യങ്ങൾ ചെയ്ത് സന്തോഷം കിട്ടുന്നതിൽ നല്ലത് കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്ത് കിട്ടുന്ന സന്തോഷത്തിൽ നമ്മൾ ആസ്വദിക്കുന്നതും ആ ഒരു സന്തോഷം, അത് ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഫീലിംഗ് ആണത്. ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര പീസ്ഫുൾ മൈൻഡായിരിക്കും. കാരണം ഈ മരങ്ങളും ഈ തറയൊക്കെ കണ്ടില്ലേ, ഇവിടെയൊക്കെ ഈ പച്ചിലകൾ കൊണ്ടൊക്കെ അലങ്കരിച്ചിട്ടുണ്ട്, വലിയ മരങ്ങളും. എനിക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം നാട്ടിൽ നമ്മൾ ഒരുപാട് മലകളും മരങ്ങളും നല്ലൊരു നേച്ചറൊക്കെ മിസ് ചെയ്തിട്ട് ഇവിടെ വന്ന് കിടക്കുമ്പോൾ ഇടയ്ക്ക് മരുഭൂമിയിൽ മഴ പെയ്ത് ഉണക്കി ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കിട്ടുമ്പോൾ അത് എന്നെ പോണക്കുള്ള എല്ലാ പ്രവാസികൾക്കും അതൊരു സന്തോഷം തന്നെയാണ്. അങ്ങനെ അവിടെ ഇരുന്ന് കുറേ നേരം അവിടെ ഇരുന്നതിന് ശേഷം ഞാൻ ഇറങ്ങി നടന്ന് ഈ ഒരു സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് കുറച്ചുകൂടി മുമ്പിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു സിഗ്നലുണ്ട്. അവിടെ നിന്നും ക്രോസ് ചെയ്യണം റൈറ്റിലോട്ട്, പിന്നെ അവിടുന്ന് ലെഫ്റ്റ്. അന്ന് കുറച്ച് നാൾ മുമ്പ് ഒരു ഫ്രണ്ടുമായിട്ട് വന്നുള്ള ഒരു പരിചയത്തിൻ്റെ പുറത്താണ് ശരിക്കും ഈ ഒരു സ്ഥലത്തോട്ട് ഞാൻ പോകുന്നത്. അങ്ങനെ നടന്ന് ഞാൻ പറഞ്ഞ ആ ഒരു സിഗ്നലിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നും ഇനി അപ്പുറത്തോട്ട് ക്രോസ് ചെയ്യണം. അപ്പം അവിടുന്ന് ക്രോസ് ചെയ്തിട്ട് അവിടെ നിന്നും ലെഫ്റ്റിലോട്ട് ക്രോസ് ചെയ്യണം. അങ്ങനെ വേണം നമുക്ക് ഈ ഒരു വ്യൂ പോയിന്റിലോട്ട് ചെല്ലാൻ വേണ്ടിയിട്ട്. അങ്ങനെ റോഡൊക്കെ ക്രോസ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡിലോട്ട് പോകാം. ആ ഒരു വലിയ വണ്ടി ഇറങ്ങി വരുന്ന അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്. ഇവിടെ നമ്മൾ വേറൊരു കാഴ്ചയുണ്ട്, ഒരു നൊസ്റ്റാൾജിയ തരുന്ന ഒരു ലൈറ്റ്. ക്യാമറ എന്തോ കണ്ണ് പിടിക്കുന്നില്ല, സൂം ചെയ്ത് നോക്കിയിട്ടും കിട്ടിയില്ല. ഇനിയിപ്പോൾ അപ്പുറത്ത് ഇറങ്ങിയിട്ട് അവിടുന്ന് കുറച്ചുകൂടി നടന്നു കഴിഞ്ഞാൽ അവിടെ ഒരു വണ്ടി വരും. ആ വണ്ടിയിൽ കയറി വേണം നമ്മുടെ ഒരു വ്യൂ പോയിന്റിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു സുഭാഷ് പാർക്ക് വൈബൊക്കെ കിട്ടിയിട്ടുണ്ട്. കാരണം അത്യാവശ്യം മരങ്ങളും ഇങ്ങനത്തെ ചെടികളും കാര്യങ്ങളൊക്കെ കണ്ടപ്പം അതാണ് ഓർമ്മ വന്നത്.
നമുക്ക് പോകാനുള്ള വണ്ടിയാണ് അവിടെ പോയി തിരിച്ചു വരുന്നത്. ഇതിൽ കയറി വേണം നമ്മളുടെ വ്യൂ പോയിന്റിലേക്ക് നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇവിടെ പല സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ വരുമ്പം ഫാമിലീസ്, കുട്ടികളും പല ആൾക്കാരും വരുന്നതാണ്. സോ അവരിവിടെ നിന്ന് അങ്ങോട്ടേക്ക് നടന്നു പോകാമെന്ന് പറഞ്ഞാൽ ഒരുപാട് ദൂരമുണ്ട്. അതുകൊണ്ട് ഇവിടെയുള്ള ഈ ഒരു പാർക്കിൻ്റെ സെറ്റപ്പാണിത്. ഇങ്ങനൊരു വണ്ടിയൊക്കെ വന്ന് ഡ്രൈവറായിട്ടെൻ്റെ കൂടെ ഫ്രണ്ടിൽ കയറി ഇരുന്ന് ഇച്ചിരി മാസമായിട്ടൊക്കെ പോയി. ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ടിലിരുന്നപ്പോൾ നാട്ടിലൊരു ഓട്ടോ ഓട്ടിക്കുന്ന ചേട്ടൻ്റെ കൂടെ ഇരുന്നൊരു ഫീലിങ്. അങ്ങനെ ചെറിയൊരു വൈബൊക്കെ പിടിച്ച് പയ്യെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടേയിരുന്നു. അപ്പോൾ ഞാൻ നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പിലെത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നേരെ എന്ന് ലെഫ്റ്റിലോട്ടാണ് പോകേണ്ടുന്നത്. അവിടെയാണ് ഞാൻ പറഞ്ഞ ആ ഒരു ചെറിയ കുന്നുള്ളത്. 2-3 കുന്നുകളുണ്ട്. അവിടെ കുറേ ഫാമിലീസൊക്കെ വന്നിരിക്കുന്ന സ്ഥലമുണ്ട്. അവിടെ നമുക്ക് അങ്ങനെ പോയിരിക്കുന്നതിലൊരു രസമില്ല. സോ നമുക്ക് നമ്മുടെ ഒരു സ്പോട്ടുണ്ട്. നേരത്തെ ഞാൻ എൻ്റെ ഫ്രണ്ടുമായിട്ട് വന്നപ്പോൾ ഞാൻ അവിടെ ആയിരുന്നത്. അത്യാവശ്യം നല്ല രസമായിരുന്നു. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകാം. ഇവിടുന്ന് കുറേ കൂടി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ കുന്നെത്തും. ഇവിടെ അത്യാവശ്യം ഫാമിലിയും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഈ ഒരു കഫ്തീരിയിൽ നിന്ന് ചായയൊക്കെ വാങ്ങി അത്യാവശ്യം വൈബടിച്ച് ഇവിടെ ഇരിക്കുന്നവർക്ക് നമ്മൾ വെറുതെ ഡിസ്റ്റർബ് ആവണ്ട. സോ നമുക്ക് നമ്മളുടെ ഒരു സ്പോട്ടിലേക്ക് തന്നെ പോകാം. അങ്ങനെ ഞാൻ പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. എൻ്റെ തൊട്ട് ബാക്കിലായിട്ടാണ് ഞാൻ പറഞ്ഞ ആ ഒരു കുന്ന്. അപ്പോൾ അവിടെ പോയി കുറച്ച് നേരം ഇരിക്കണം. ഈ ഒരു സന്ധ്യയിൽ ഇങ്ങോട്ടേക്ക് നോക്കിയിരിക്കാൻ അടിപൊളിയാണ്. രാത്രിയാകുമ്പോൾ ഇതിലെ കൂടെ ഹൗസ് ബോട്ടൊക്കെ പോവും. ശേഷം പാട്ടൊക്കെ ഇട്ട് നല്ല മേളമൊക്കെ ആക്കി പിള്ളേരൊക്കെ ഡാൻസൊക്കെ കളിച്ച് വൈബാക്കി പോകുന്ന ചെറിയ ബോട്ടുകളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ നമുക്കിവിടെ എവിടെയെങ്കിലും ഇരുന്ന് ഒരു ടൈം ലാപ്സൊക്കെ ഇട്ട് ഇവിടെ ഇരുന്ന് നാട്ടിലെ ഓർമ്മകളൊക്കെ അയവിറക്കി പതിയെ തിരിച്ച് റൂമിലേക്ക് പോവാം. അപ്പോൾ ഇനിയുള്ള പ്ലാന് അതാണ്. എൻ്റെ ഈ ഒരു ഷൂട്ടിംഗ് മെത്തേഡോ ഈ ഒരു വീഡിയോയുടെ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു ബിഗിനർ ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള എല്ലാ പോരായ്മകളും ഇതിനകത്തൊക്കെ കാണും. സോ ക്ഷമിക്കുക. സോ ഗൈസ്, അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഈ ഒരു സ്ഥലത്ത് വരണം, ഈ ഒരു സ്ഥലം കാണിച്ചു തരണം, അത്രയൊക്കെ തന്നെയുള്ളൂ ഈ ഒരു വീഡിയോയുടെ കണ്ടൻറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി കാണുന്നതുവരേക്കും ടേക്ക് കെയർ, സ്റ്റേ സേഫ്, ഗുഡ് ബൈ.